ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മമ്മിയാണ്. മമ്മിയുടെ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് 3 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു 10-15 എണ്ണം, ഒരു 8-9 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ജിഞ്ചർ. ഇത് നമുക്ക് 3ഉം കൂടെ പേസ്റ്റ് ആക്കി എടുക്കണം മിക്സിയിലിട്ടിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം പേസ്റ്റ് ആക്കി എടുക്കാം. നമുക്ക് ചിക്കൻ മസാല വരട്ടി വെക്കാൻ തുടങ്ങാം. അതിന് നമുക്ക് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഞാൻ വിനാഗിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി പൗഡർ ഒരു 2 സ്പൂണ്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കൊറിയാണ്ടർ പൗഡർ ഒരു 2 സ്പൂണ്. പിന്നെ ചിക്കൻ മസാല ഒരു 4 സ്പൂണ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ചില്ലിയും കൂടെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട്. ചിക്കനിൽ എല്ലായിടത്തും നല്ലപോലെ മസാല ആവുന്നത് പോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കളറെല്ലാം കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇട്ട് കൊടുത്തപ്പം കുറച്ച് കളറൊക്കെ കിട്ടുന്നുണ്ട്. കളർ ചേർക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് കളർ ചേർക്കുന്നില്ല. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം ചിക്കൻ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇത് പ്രഷർ പോയി ഞാൻ ചിക്കൻ തുറന്നു. അതിനകത്ത് ചിക്കൻ വെന്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം ഈ വെള്ളം. അന്നേരം ആ മസാലയെല്ലാം ചിക്കനിലോട്ട് നല്ലപോലെ പിടിച്ചോളും. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലപോലെ അങ്ങ് വറ്റി കിട്ടും. ഇപ്പോൾ ഇത് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി ചിക്കനിലോട്ട് നല്ലപോലെ മസാലയൊക്കെ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവോള ഇതെല്ലാം വറുത്തെടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്തു. ഇതിനടുത്തത് മുന്തിരി നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ ചെറിയ അരിപ്പത്തവി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കുകയാണെങ്കിൽ അത് ഈസി ആയിരിക്കും. കരിഞ്ഞു പോകാതെ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് വറുത്തെടുക്കാം. അത് വറുത്തെടുത്ത ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള നമ്മൾ വറുക്കുമ്പോൾ സവോള അരിഞ്ഞ് വെച്ചിട്ട് ജസ്റ്റ് ഉപ്പ് തടവിയിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി സെയിം എണ്ണയിലോട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ തുടങ്ങാം. നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. ഇത് ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുത്താൽ മതി. കാരണം നമുക്ക് ഫുൾ ചിക്കനും വറുത്തെടുക്കാം. ചിക്കനെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ വറുത്ത ഈ സെയിം എണ്ണ തന്നെയാണ് മസാല തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിന് ഞാനൊരു അരിപ്പ വെച്ച് അതിനകത്തേക്ക് അരിച്ചൊഴിക്കാം. ഒരു പകുതി എണ്ണയോളം നമുക്ക് എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒരു 4-5 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അതിട്ട് മസാലയ്ക്ക് വേണ്ടി നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ സവോള നന്നായിട്ട് വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക്.
ഇപ്പം ഏകദേശം സവോള വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഇവിടെ ഞാൻ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇടയ്ക്കൊന്ന് നോക്കി ഇളക്കി കൊടുക്കണം തക്കാളി വെന്തിട്ടുണ്ടോയെന്ന്. തക്കാളി നല്ലപോലെ ഇപ്പം വെന്തിട്ടുണ്ട്. ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പിന്നെ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാവും. ആ ഗ്രേവിയും കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വറുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഗ്രേവി അതിൻ്റെ അടിയിലുണ്ടാവും. അത് നമുക്ക് എടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ആകെ ചിക്കൻ മസാലയും ഗരം മസാലയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു 2 സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് മല്ലിയിലയും പുതിനയിലയും ഓരോ ചെറിയ പിടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നല്ലപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കണം. ഒന്ന് ജസ്റ്റ് ആവി കയറുന്നിടം വരെ മൂടി വെക്കണം. ഒരു 5-8 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അത് മൂടി വെച്ച് ആവി കയറുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞു. തുറന്നപ്പോൾ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. 5 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു 30 മിനിറ്റ് വെള്ളത്തിൽ കൂത്ത് വെച്ചിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറുവപ്പട്ട, ഒരു 5-8 ഗ്രാമ്പു, 5-6 ഏലക്ക, ജാതിപത്രി, കറിവേപ്പില, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ നമുക്ക് വേണം. നമുക്ക് ഫ്ലെയിം കത്തിച്ച് പാത്രം വെക്കാം. പാത്രം വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 8-9 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായ ശേഷം നമുക്ക് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ജാതിപത്രി, കറിവേപ്പില, അങ്ങനെയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാതെ അത് ചൂടായ ശേഷം നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. അത് നമുക്ക് അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ്സോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം തോർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അരി. ആ നെയ്യിൽ കിടന്ന് ഈ അരി നല്ലപോലെ വറുക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വേണം നമുക്കിതെല്ലാം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ലപോലെ അരി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഗ്ലാസ് അരിക്ക് 11 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസും ഒരു 200 ml കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളവും ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കുമ്പം ഉപ്പിൻ്റെ അളവ് എപ്പോഴും മുന്നോട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ വെന്ത് കഴിയുമ്പോൾ ചോറിൻ്റെ അളവ് കറക്റ്റ് ആവുള്ളൂ. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. നമുക്ക് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു അടപ്പ് കൊണ്ട് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് എടുക്കും പിന്നെ വെന്ത് കിട്ടാൻ വേണ്ടി. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം ചോറ് വെന്തോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇപ്പൊ തുറന്നു നോക്കിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് എടുത്ത് തുറക്കാൻ വേണ്ടി. ഇപ്പൊ നല്ലപോലെ ചോറ് വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം ചോറ് എങ്ങനെയാണുള്ളത്. വെന്തിട്ടുണ്ട് അത്യാവശ്യം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടി തുടങ്ങാം. അതിന് ചോറ് ഒരു ലെയർ ചോറ് നമുക്ക് ഇട്ട ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം.
ചിക്കൻ ഇട്ട ശേഷം സെയിം ചോറ് തന്നെ ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ നിരത്തി ആ ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു 1-1.5 സ്പൂണോളം നെയ്യ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം, നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കുറച്ച് വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ലെയറായിട്ട് ചിക്കനും ചോറും നമുക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കാം. ഓരോ ലെയറിലും നമ്മൾ ഓരോ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. പൈനാപ്പിൾ എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് നമുക്ക് ഫുള്ള് ലെയറാക്കി ഇട്ട് കൊടുത്തോണ്ടിരിക്കാം. എല്ലാ ലെയർ ഇട്ടതിന് ശേഷം ഏറ്റവും മുകളിൽ നമുക്ക് ഉള്ളി വറുത്തത്, മല്ലിച്ചപ്പ്, പുതിനയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയെല്ലാം കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും പൈനാപ്പിൾ എസൻസും അതിൻ്റെ മുകളിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ 15 മിനിറ്റെങ്കിലും വെക്കണം ദമ്മിടാൻ വേണ്ടി. 15 മിനിറ്റെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആവി കയറി നമ്മുടെ മസാല ചിക്കനും അതെല്ലാം കൂടെ ചോറിനകത്തേക്കൊക്കെ നല്ലപോലെ ആവുകയുള്ളൂ. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി എടുക്കാം. ഞാൻ ഫ്ലെയിം കത്തിച്ചിട്ട് 15 മിനിറ്റത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ഈ ബിരിയാണി എങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടണും കൂടി ഉണ്ട്, അത് നിങ്ങൾ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആൻഡ് ഷെയർ യുവർ ഫ്രണ്ട്സ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. താങ്ക് യു.